Hello friends, today we can discuss Kerala PSC previous important staff nurse questions. JPHN also can watch this video. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാഫ് നേഴ്സ് നടത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതുപോലെ തന്നെ ചോദിക്കണമെന്നില്ല, കാരണം ആ ഒരു സമയത്തൊക്കെ GK സയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തവണ കൂടുതലും റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. JPHNകാരും ഈ വീഡിയോ കാണുക, അവർക്ക് ഉപകാരപ്രദമാകും. Which of the following is not a part of portal vein? Splenic vein, hepatic vein, gastric vein, cystic vein. Correct answer is hepatic vein. Hepatic vein is not a part of portal vein. Splenic vein, gastric vein, cystic vein portal vein ന്റെ പാർട്ട് ആണ്. പക്ഷെ ഹെപ്പറ്റിക് വെയിൻ പോർട്ടൽ വെയിന്റെ പാർട്ട് അല്ല. അപ്പം hepatic vein is not a part of portal vein. Splenic vein, gastric vein and cystic vein are the parts of portal vein. Epidemiological triad excludes host, agent, environment, health. Correct answer is health. Epidemiological triad excludes health. അപ്പോൾ എപ്പിഡെർമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റ്, ഏജന്റ്, എൻവയോൺമെന്റ് ആണ് എപ്പിഡെർമോളജിക്കൽ ട്രയാഡിൽ വരുന്നത്. അതിൽ തന്നെ ഏജന്റ് എന്ന് പറയുന്ന ഏജന്റ് ആണ് ദ എക്സാക്ട് കോസ് ഓഫ് ഡിസീസ്. ഇപ്പം ഏജന്റ് എന്ന് പറയുമ്പോൾ മലേറിയയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മലേറിയൽ ഡിസീസ് വരുത്തുന്ന ഏജന്റ് ആണ് പാരസൈറ്റ്സ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം. അപ്പൊ അതിന്റെ വെക്ടർ മസ്കിറ്റോസ് ആണെങ്കിലും അനോഫിലസ് മസ്കിറ്റോസ് ആണെങ്കിലും അതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് പാരസൈറ്റ്സ് ആയിട്ടുള്ള പ്ലാസ്മോഡിയാണ്. അപ്പൊ അതാണ് ഏജന്റ്, ദ എക്സാക്ട് കോസ് ഓഫ് ഡിസീസ്. ഏത് രോഗം പരത്തുന്ന ആ ഒരു ഓർഗാനിസം ആണ് ഏജന്റ്. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ മലേറിയയുടെ കേസിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മലേറിയയുടെ കേസിൽ ഹോസ്റ്റ് ഹ്യൂമൺ ആണ്. അതൊരു ഓർഗാനിസം ആകാം, ഒരു ബാക്ടീരിയ ആകാം, ഒരു ആനിമൽ ആകാം, ഹ്യൂമൺ ആകാം. ഹോസ്റ്റ് അത് ഏതുമാകാം. ഏജന്റ് ആണ് എക്സാക്ട് കോസ് ഓഫ് ഡിസീസ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിന് ഫേവർ, വളരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, ദാറ്റ് ഫേവറിംഗ് ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം, ദാറ്റ് ഈസ് എൻവയോൺമെന്റ്. സോ ദ എപ്പിഡെർമോളജിക്കൽ ട്രയാഡ് എക്സ്ക്ലൂഡ്സ് ഹെൽത്ത്. Next question, the part of fetal circulation which becomes fossa ovalis after birth. Options: umbilical arteries, ductus arteriosus, foramen oval, umbilical vein. Correct answer is foramen oval. അപ്പോൾ foramen oval ആണ് ആഫ്റ്റർ ബർത്ത് ഫോസ ഓവാലിസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ foramen oval നമ്മൾ നേരത്തെ ഒരു ഫീറ്റൽ സർക്കുലേഷന്റെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഫോറമൻ ഓവൽ ഇസ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് ആട്രിയം. അപ്പം ഫീറ്റൽ ലൈഫിൽ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോവാതെ കൂടുതലും ബ്ലഡ് ഫോറമൻ ഓവൽ വഴി ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നു. സോ ദർ ഈസ് ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ആട്രിയം ആൻഡ് ലെഫ്റ്റ് ആട്രിയം, ദാറ്റ് ഈസ് ഫോറമൻ ഓവൽ. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. അപ്പൊ ചിത്രത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. There are two umbilical arteries and one vein in fetal life. Umbilical arteries carry deoxygenated blood. Umbilical arteries deoxygenated bloodും വേസ്റ്റ് പ്രോഡക്ട്സും ഒക്കെയാണ് ക്യാരി ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു. അംബ്ലിക്കൽ വെയിൻ ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നത് അംബ്ലിക്കൽ വെയിന്. സോ ഡക്ടസ് വീനോസിസ് നമ്മൾ എന്താന്ന് പഠിച്ചത്? ഡക്ടസ് വീനോസിസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ഷൻ ഫ്രം ദ അംബ്ലിക്കൽ വെയിൻ ടു ദ ഇൻഫീരിയർ വീന കാവ. അപ്പൊ അംബ്ലിക്കൽ വെയിനിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡയറക്റ്റ് ഇൻഫീരിയർ വീന കാവയിലേക്ക് എത്തിക്കുന്നതാണ് ഡക്ടസ് വീനോസിസ്. അപ്പൊ അത് നമ്മുടെ ബൈപ്പാസ് ചെയ്യുന്ന ലിവറിനെയാണ് ബൈപ്പാസ് ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പം ഡക്ടസ് വീനോസിസ് ഇൻ ബിറ്റ്വീൻ അംബ്ലിക്കൽ വെയിൻ ആൻഡ് ഇൻഫീരിയർ വീന കാവ. അപ്പൊ ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡക്ടസ് ആർട്ടീരിയോസസ് ബൈപ്പാസ് പൾമണറി ആർട്ടറി ടു ദ അയോട്ട. പൾമണറി ആർട്ടറിയിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് എത്തുന്നില്ല ഫീറ്റൽ ലൈഫിൽ, കാരണം ലങ്സ് മച്ചുർ അല്ല. പൾമണറി ആർട്ടറിയിൽ നിന്നും ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്ത് അയോട്ടയിലേക്കാണ് എത്തുന്നത്. അപ്പൊ ആ കണക്ഷന്റെ പേരാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക.
Next question, which among the following is not included in Cushing's triad? Hyperthermia, bradypnea, bradycardia, widened pulse pressure. Correct answer is hyperthermia. Hyperthermia is not included in Cushing's triad. Cushing triadil പറയുകയാണെങ്കിൽ ബ്രാഡിപ്നിയ, ബ്രാഡിക്കാർഡിയ, വൈഡൻ പൾസ് പ്രഷർ ഒക്കെ കുഷിംഗ് ട്രയാഡിൽ വരുന്നതാണ്. കുഷിംഗ് ട്രയാഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു 3 ഫീച്ചറാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആകുന്നു, പൾസ് പ്രഷർ കുറയുന്നു, ഡിക്രീസ് ആകുന്നു, റെസ്പിറേഷൻ വിൽ ഡിക്രീസ്. സോ ദാറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് കുഷിംഗ് ട്രയാഡ്. പൾസ് കുറയുന്നു, ദാറ്റ് ഈസ് ബ്രാഡിക്കാർഡിയ, റെസ്പിറേഷൻ ഡിക്രീസ്, ദാറ്റ് ഈസ് ബ്രാഡിപ്നിയ, ആൻഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇൻക്രീസ്. ദാറ്റ് ഈസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ഷോക്ക്. അപ്പൊ ഷോക്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കുഷിംഗ് ട്രയാഡിൽ സംഭവിക്കുന്നത്. ഷോക്കിൽ ബ്ലഡ് പ്രഷർ കുറയുകയാണ്, ഇവിടെ കുഷിംഗ് ട്രയാഡിൽ ബ്ലഡ് പ്രഷർ കൂടുന്നു. ഷോക്കിൽ പൾസ് റേറ്റ് കൂടുകയും കുഷിംഗ് ട്രയാഡിൽ പൾസ് റേറ്റ് കുറയുകയും ചെയ്യുന്നു. റെസ്പിറേഷൻ കുറയുന്നത് കുഷിംഗ് ട്രയാഡിലാണ്, റെസ്പിറേഷൻ കൂടുകയാണ്, റെസ്പിറേറ്ററി റേറ്റ് കൂടുകയാണ് ഷോക്കിൽ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി. Next question, which of the following vaccination is recently recommended for adolescent girls? Tetanus toxoid, rubella vaccine, MMR vaccine, Penta vaccine. Correct answer is rubella vaccine. Rubella vaccine is recently recommended for adolescent girls. Rubella is a contagious disease caused by a virus. It is also called German measles. But rubella ഒരു കണ്ടാജിയസ് ആയിട്ടുള്ള ഡിസീസ് ആണ്. ഇറ്റ് ഈസ് അതർ നെയിം ആണ് ജർമ്മൻ മീസിൽസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. Adult women of childbearing age should avoid getting pregnant for at least 4 weeks after receiving MMR vaccine. MMR vaccines നമുക്കെല്ലാം അറിയാം, മംസ്, മീസിൽസ്, റുബെല്ലക്കെതിരെയുള്ള വാക്സിൻ ആണ്. ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു 4 ആഴ്ചക്ക് ശേഷം മാത്രമേ പ്രഗ്നന്റ് ആകാൻ പാടുള്ളൂ. So avoid getting pregnant for at least 4 weeks after receiving MMR vaccine. Pregnant women who contract rubella are at risk for miscarriage or stillbirth. The most common defects from this injection include deafness. But deafness ആണ് മെയിൻ ആയിട്ട് MMR വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന ന്യൂബോൺ കുഞ്ഞിനുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ഡെഫ്നെസ്. അതുപോലെ തന്നെ there will be miscarriage or stillbirth ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. Gomez classification is used to grade the condition of children in respiratory distress, protein energy malnutrition, prematurity, cardiac disorders. Correct answer is protein energy malnutrition. Gomez classification is used to grade the condition of children in protein energy malnutrition. Gomez classification, protein energy malnutrition in children. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കുട്ടികളിൽ ആ ഗ്രേഡ് തിരിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഗോമസ് ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ പെർസെന്റേജ് ഓഫ് എക്സ്പെക്ടഡ് വെയിറ്റ് ഫോർ ഏജ് ഓവർ 90% ഇസ് നോർമൽ. അപ്പൊ പെർസെന്റേജ് ഓഫ് എക്സ്പെക്ടഡ് വെയിറ്റ് എബോവ് 90%, ഗോമസ് ക്ലാസിഫിക്കേഷനിൽ എബോവ് 90% ആണെങ്കിലാണ് നോർമൽ. 76 to 90% ഈസ് മൈൽഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഡിഗ്രി മാൽന്യൂട്രീഷൻ. ഫസ്റ്റ് ഡിഗ്രി മാൽന്യൂട്രീഷൻ ആണെങ്കിൽ മൈൽഡ് ആയിരിക്കും. 61 to 70% ഈസ് മോഡറേറ്റ്, ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി മാൽന്യൂട്രീഷൻ. 61 to 75% ഈസ് മോഡറേറ്റ് ആണ്. അതുപോലെ ആ ഒരു ഗോമസ് ക്ലാസിഫിക്കേഷനിൽ 60% താഴെയാണെങ്കിൽ ലെസ് ദാൻ 60% ഈസ് സിവിയർ, ദാറ്റ് ഈസ് തേർഡ് ഡിഗ്രി മാൽന്യൂട്രീഷൻ. അപ്പൊ ഈ ഒരു പെർസെന്റേജ് നിങ്ങൾ പഠിച്ചു വെക്കുക. 90% അല്ലെങ്കിൽ അതിന്റെ കൂടുതലോ ആണെങ്കിൽ നോർമല്, 76 to 90% ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ആണ്, മൈൽഡ് മാൽന്യൂട്രീഷൻ ആണ്. 61 to 75% ആണെങ്കിൽ മോഡറേറ്റ് ആണ്, സെക്കൻഡ് ഡിഗ്രി മാൽന്യൂട്രീഷൻ ആണ്. 60% ആണെങ്കിൽ സിവിയർ, ദാറ്റ് ഈസ് തേർഡ് ഡിഗ്രി മാൽന്യൂട്രീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WHO defines blindness as visual acuity of less than A 3/60, B 6/60, C 6/18, D 1/60. Correct answer is WHO defines blindness as visual acuity of less than 3/60. Legal blindness visual acuity less than 3/60.
3/60 കുറവാണെങ്കിലാണ് ലീഗൽ ബ്ലൈൻഡ്നെസ് ആയിട്ട് കണക്കാക്കുന്നത്. ലോ വിഷൻ ഈസ് ഡിഫൈൻഡ് ആസ് വിഷ്വൽ അക്യൂറ്റി ലെസ് ദാൻ 6/18. അപ്പൊ ലോ വിഷന് വിഷ്വൽ അക്യൂറ്റി 6/18 കുറവാണെങ്കിൽ ലോ വിഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പൊ 20/20 വിഷൻ ഈസ് നോർമൽ വിഷൻ അക്യൂട്ടി മെഷേർഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 feet. അപ്പൊ 20 feetനുള്ളിൽ നമ്മൾ വിഷൻ മെഷർ ചെയ്യുമ്പോൾ 20/20 ആണ് നോർമൽ വിഷൻ. ഹാർപ്പഡൻസ് കാലിപ്പേഴ്സ് ഈസ് യൂസ്ഡ് ടു മെഷർ ഫുട്ട് ലെങ്ത്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, സ്കിൻ ഫോൾ തിക്നെസ്. From this picture you can identify easily, that is skin fold thickness. Harpedon's calipers is used to measure skin fold thickness. The aldehyde test of Napier is a simple test widely used in India for the diagnosis of yellow fever, Kala-Azar, malaria, dengue fever. Correct answer is Kala-Azar. The aldehyde test of Napier is a simple test widely used in India for the diagnosis of Kala-Azar. The most common serological tests used in the diagnosis of Kala-Azar are the aldehyde test of Napier. അപ്പോൾ aldehyde test of Napier എന്നുള്ള ടെസ്റ്റ് ആണ് മോസ്റ്റ് കോമൺ സെറോളജിക്കൽ ടെസ്റ്റ്. Kala-Azar എന്നുള്ള അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള കോമൺ ടെസ്റ്റ് ആണ് aldehyde test of Napier. Visceral leishmaniasis also known as Kala-Azar. Kala-Azarന്റെ മറ്റൊരു പേരാണ് visceral leishmaniasis. Is the most severe form of leishmaniasis. Visceral leishmaniasis ആണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള leishmaniasis. The other name is Kala-Azar. This test indicate the presence of antibodies against leishmania. ലീഷ്മാനിക്കെതിരെയുള്ള ഒരു ആന്റിബോഡി നമ്മുടെ സിറത്തിൽ ബ്ലഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് Kala-Azar പോസിറ്റീവ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ലീഷ്മാനിയാസിസ് വിസറൽ ലീഷ്മാനിയാസിസ് പോസിറ്റീവ് ആണെന്ന് പറയാം. Croup can be seen in the case of whooping cough, acute respiratory infections, tuberculosis, meningitis. Correct answer is acute respiratory infections. Croup can be seen in the case of acute respiratory infections. Croup also known as laryngotracheobronchitis. Croup other name laryngotracheobronchitis എന്നാണ് പറയുക. നമ്മുടെ ട്രക്കിയൊക്കെ വളരെയധികം സ്വെല്ലിങ് കാണപ്പെടുന്നു ക്രൂപ്പ് ഉണ്ടാകുമ്പോൾ. ട്രക്കിയുടെ ഭാഗത്തും നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ ഫുൾ ആയിട്ട് സ്വെല്ലിങ്സ് ഉണ്ടാകുന്നു. ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് യൂഷ്വലി കോസ്ഡ് ബൈ എ വൈറസ്. അപ്പൊ ക്രൂപ്പ് ഇസ് എ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ യൂഷ്വലി കോസ്ഡ് ബൈ എ വൈറസ്. ദ ഇൻഫെക്ഷൻ ലീഡ്സ് ടു സ്വെല്ലിംഗ് ഇൻസൈഡ് ദ ട്രക്കിയ which interferes with normal breathing and produces the classic symptoms of barking cough, stridor and a hoarse voice. അപ്പം ക്രൂപ്പിൽ ഉണ്ടാകുന്ന ക്ലാസിക് സിംറ്റംസ് എന്താണ് നിങ്ങൾ പഠിക്കണം. ബാർക്കിംഗ് കഫ്, സ്ട്രൈഡർ ആൻഡ് എ ഹോഴ്സ് വോയിസ്. ബാർക്കിംഗ് കഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ കഫാണ്, ഡ്രൈ പെർസിസ്റ്റന്റ് കഫാണ് ബാർക്കിംഗ് കഫ്. അപ്പൊ ആ ഒരു ഏരിയ, അപ്പൊ എയർവേ ഒക്കെ ഒബ്സ്ട്രക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഫാണ് ബാർക്കിംഗ് കഫ്. ഒബ്സ്ട്രക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് ബാർക്കിംഗ് കഫ്. സ്ട്രൈഡർ ആൻഡ് ഹോഴ്സ് വോയിസ്. ദ ഇൻഫെക്ഷൻ ലീഡ്സ് ടു സ്വെല്ലിംഗ് ഇൻസൈഡ് ദ ട്രക്കിയ. ട്രക്കിയുടെ ഉള്ളിൽ സ്വെല്ലിംഗ് ഉണ്ടാവുന്നു, ക്രൂപ്പ് കണ്ടീഷനിൽ സ്വെല്ലിംഗ് ഉണ്ടാവുന്നു, വിച്ച് ഇന്റർഫേഴ്സ് വിത്ത് നോർമൽ ബ്രീത്തിങ് ആൻഡ് പ്രൊഡ്യൂസസ് ദ ക്ലാസിക് സിംറ്റംസ് ഓഫ് ബാർക്കിംഗ് കഫ്, സ്ട്രൈഡർ ആൻഡ് ഹോഴ്സ് വോയിസ്. The recommended noise level is 85 decibels, 90 decibels, 95 decibels, 100 decibels. Correct answer is 85 decibels. 85 decibels ആണ് recommended normal noise level. ചില ബുക്കുകളിലൊക്കെ 90 decibel എന്നൊക്കെ ഉണ്ടാകാം. അപ്പൊ PSCയുടെ ആൻസർ 85 decibels ആണ്. അത് തന്നെ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലും സ്കൂളിലും ഒക്കെ 45 ഡെസിബിൾസിനും അതിലും താഴെയാണ് നോർമൽ നോയിസ് ലെവൽ. നമ്മുടെ ഹോസ്പിറ്റലിലും സ്കൂളുകളിലൊക്കെ 45 ഡെസിബിളിന് താഴെയാണ് നോർമൽ നോയിസ് ലെവൽ. നോർമൽ കോൺവെർസേഷനിൽ 60 ഡെസിബിൾ ആണ്. നോർമൽ കോൺവെർസേഷൻ 60 ഡെസിബിൾ ആണ്. The mosquito which transmits yellow fever is Aedes aegypti, Anopheles mosquitoes, Culex mansanoides. Correct answer is Aedes aegypti. Mosquito which transmits yellow fever is Aedes aegypti.
അതുപോലെ തന്നെ ED-CGT ആണ് നമ്മുടെ ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ED-CGT തന്നെയാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ ഒക്കെ ഉണ്ടാക്കുന്നത്, സിക്ക ഫീവർ, ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ ഇതെല്ലാം ഉണ്ടാക്കുന്ന ED-CGT ആണ്. അനോഫിലസ് മസ്കിറ്റോസ് ആണ് മലേറിയ ഉണ്ടാക്കുന്നത്. അനോഫിലസ് മസ്കിറ്റോസ് കോസ് മലേറിയ. ആൻഡ് ക്യൂലക്സ് മസ്കിറ്റോസ് വെസ്റ്റ് നൈൽ വൈറസ് അതുപോലെ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വൈറസ് ഒക്കെ ഉണ്ടാക്കുന്നത് ക്യൂലക്സ് മസ്കിറ്റോ ആണ്. വെസ്റ്റ് നൈൽ വൈറസ് അതുപോലെ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വൈറസ് ഒക്കെ ഉണ്ടാക്കുന്നത് ക്യൂലക്സ് മസ്കിറ്റോ ആണ്. മാൻസിനോയിഡ്സ് എന്ന് പറഞ്ഞ മസ്കിറ്റോ വെരി ലാർജ് ആൻഡ് ബ്ലാക്ക് മസ്കിറ്റോ ആണ്. നമ്മുടെ തടാകങ്ങളിലും കുളങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മസ്കിറ്റോ ആണ് മാൻസിനോയിഡ്സ്. റിഫ്റ്റ് വാലി ഫീവർ ഉണ്ടാക്കുന്നതാണ് മാൻസിനോയിഡ്സ്. അത് ഞാൻ ഓർത്ത് വെക്കണം. റിഫ്റ്റ് വാലി ഫീവർ എന്ന് പറഞ്ഞ ഒരു ഫീവർ ഉണ്ടാക്കുന്ന മസ്കിറ്റോ ആണ് മാൻസിനോയിഡ്സ്. ക്യൂലക്സ് മസ്കിറ്റോ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ആൻഡ് വെസ്റ്റ് നൈൽ വൈറസ്, അനോഫിലസ് മസ്കിറ്റോസ്, മലേറിയ, ED-CGT, ഡെങ്കു ഫീവർ, സിക്ക വൈറസ് ആൻഡ് യെല്ലോ ഫീവർ. അപ്പൊ അത് നിങ്ങൾ മറക്കരുത്. That's all for today's video. Thank you all for watching this video. അപ്പൊ ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ കൂടുതലും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ടെലഗ്രാം ചാനലിൽ ധാരാളം ആളുകൾ അവരുടെ മെറ്റീരിയൽസും അവർ പഠിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ PDF ആക്കിയിട്ടൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ അറിവ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അറിവ് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് എക്സാമിൽ ഹൈ റാങ്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് വളർത്തിയെടുക്കുക, വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. All the best for your exam.